ഒരു ആരിഫ് മരിക്കുമ്പോഴും രണ്ട് കാര്യം അവനെ വിട്ടുപിരിയുകയില്ല. ഒന്ന് ബുകാഉൻ അലാ സിഗരി നഫ്സിഹി അലാ ദില്ലത്തി നഫ്സിഹി വസനാഉൻ അലാ അളബത്തി റബ്ബിഹി. മനസ്സിലായില്ല? ഒരാൾ ആരിഫായാൽ രണ്ട് കാര്യത്തിലല്ലാതെ അയാൾക്ക് മരിക്കാൻ കഴിയില്ല. ഏതാ കാര്യം? തന്റെ നിസാരത്തെ ഓർത്തുള്ള വേദന, തന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തിയ തന്റെ റബ്ബിന്റെ മഹത്വത്തിന്റെ സനാ അവസാന സെക്കൻഡിലും സനാ ഒഴിവാകും. അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹും അവസാനത്തെ സനാഇന്റെ അവസരമായിരിക്കും. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം പറയുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. ആരിഫ് അവസാനം പറയുന്നത് അല്ലാഹുവിന്റെ സനാ. സ്വർഗല്ല ഒരു ലക്ഷ്യം, ഒരു ലക്ഷ്യം സനാ. മനസ്സിലായില്ല? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മളെപ്പോലത്തോരും പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരിഫും പറയാം. എന്താ വ്യത്യാസം? നമ്മൾ പറയുന്നത് മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന വാക്കായാൽ സ്വർഗ്ഗത്തിൽ കിടക്കും. അപ്പൊ നമ്മളെ ലക്ഷ്യം എന്താ? സ്വർഗം. ആരിഫിന്റെ ലക്ഷ്യം എന്താ? ചുണ്ട് കൂടുകയാണ്. ഇത് അവസാനത്തെ വാക്കാണ്. ഇനി സനാജ് കരയും. എന്റെ റബ്ബിനെ സനാജ് ചെയ്ത് പൂതി കഴിഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല എന്നത് ഏറ്റവും വലിയ സനാ, പുകഴ്ത്തിപ്പാട്ട. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കിയില്ലേ പറഞ്ഞത്? എല്ലാവരുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നല്ല. ആരിഫിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സനാ. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സബബുൽ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള മാനദണ്ഡം. അപ്പോഴും നമ്മുടെ ലക്ഷ്യം അല്ലാഹു അല്ല, പിന്നെന്താ? സ്വർഗ്ഗം. ഇനി ആരിഫിന് സ്വർഗം കിട്ടൂല. ആരിഫ് സ്വർഗത്തെ കുതിച്ചത് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്നതുകൊണ്ട്. നമ്മൾ തിന്നാനും കുടിക്കാനും. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. വളരെ ചിന്തിക്കണം. പുതിയാപ്പളയും 50 ആളുകളും പുതിയണ്ണിന്റെ വീട്ടിലേക്ക് പോയി. പുതിയാപ്പളയും പോയി, 50 ആളും പോയി. നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ പുതിയാപ്പളയും 50 ആളും നിക്കാഹ് പള്ളിയിൽ നിന്ന് കഴിഞ്ഞ്. നിക്കാഹ് പള്ളിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പുതിയാപ്പളയെയും പള്ളിയിലേക്ക് വന്ന കൂട്ടുകാരെയും വീട്ടിലേക്ക് വിളിച്ച്. പുതിയാപ്പളയും 50 ആളുണ്ട്. ഇവരുടെ ലക്ഷ്യവും താല്പര്യവും വേണ്ട. എന്താ ലക്ഷ്യം? എന്താ ലക്ഷ്യം? ഇവർ രണ്ടു കൂട്ടരും വീട്ടിലെത്തുന്നുണ്ട്. ഇവർ രണ്ടു കൂട്ടരും വീട്ടിലെ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഇവർ രണ്ടു കൂട്ടരും വീട്ടിൽ തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടു കൂട്ടരും ലക്ഷ്യം കണ്ട്. എന്താ ലക്ഷ്യം? പുതിയാപ്പള ലക്ഷ്യം പുതിയ നിരക്കാണലാണ്. കൂടെ വന്ന ഒരു ലക്ഷ്യം പാക്ക് കിട്ടും. മനസ്സിലായില്ല? കല്യാണം കഴിഞ്ഞാൽ ചെന്നാൽ വെറുതെ ആവില്ല. നിക്കാഹ് എന്നാൽ ചിലപ്പോൾ ഏറ്റവും നല്ല 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 ബ്രോസ്റ്റ് പറയും. എന്തായിട്ട് സാധനത്തിന്റെ പേര് പറയും? എന്താ പറയും? ഷവർമ പറയും മനുഷ്യന്മാരെ. ഷവർമ, ബ്രോസ്റ്റ്, പിന്നെ പറയടോ എന്താ നോക്കിയിരിക്കുന്നത്? പിന്നെന്താ? അൽഫാം, ബ്രോസ്റ്റ്, ഷവർമ. ഇതാണ് ആരെ ലക്ഷ്യം? കൂടെയുള്ളവരുടെ ലക്ഷ്യം. അവർ തമ്മിൽ പറയുകയും ചെയ്യും, നല്ല പോലെ അടിച്ചോ, ഇനി വേറെ വരാൻ ചാൻസ് ഇല്ല. അവൻ തിന്നിട്ടില്ലേനും അവൻ അടുത്ത ആഴ്ചയും കിട്ടും. നമുക്കിത് കഴിഞ്ഞു. പുതിയാപ്പള ആ സൽക്കാരത്തിൽ ചിലപ്പോൾ പങ്കെടുക്കില്ല. മനസ്സിലായോ പറഞ്ഞത്? അതല്ല, പുതിയാപ്പള ഇവരെ പോലെ സൽക്കാരത്തിൽ പങ്കെടുക്കാണ്. അകത്തേക്ക് പോയി പെണ്ണിനൊരു വട്ടം കണ്ടില്ലെങ്കിൽ ഇവൻ റപ്പായിയുടെ പിൻഗാമിയായിരിക്കും. പുതിയാപ്പള എന്താ? പുതിയാപ്പളക്ക് അതൊന്നും വിഷയമല്ല. അവിടെ കൊടുക്കുന്ന ബ്രോസ്റ്റും ചിക്കനൊന്നും അവന് വിഷയം തന്നെയല്ല. അവന്റെ വിഷയം എന്താ? അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ മാനദണ്ഡമായ അവന്റെ നല്ല പാതിയെ ജീവിതത്തിൽ ആദ്യമായി തൻ്റെതാണ് എന്ന സന്തോഷത്തിൽ കാണുക. നേരത്തെ അവളെ കാണാൻ വേണ്ടി ഈ വീട്ടിലൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തൻ്റെതല്ല. ഇനിയുള്ള കാണലിന് അധികാരം. മനസ്സിലായോ പറഞ്ഞു? ഇനിയുള്ള കാണലിന് അധികാരമുണ്ട്. അവൾ എൻ്റെ. മനസ്സിലായോ? നേരെ മറിച്ച് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല വീട്ടിൽ വന്നിട്ടുണ്ട്. അതല്ല ഈ വരവിന് അധികാരമുണ്ട്. അപ്പോൾ ആ അധികാരത്തിന്റെ നോട്ടം നോക്കാനാവും വന്നത്. അതുകൊണ്ടുണ്ടാവുന്ന ഒരു സന്തോഷം ഒരു വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ എല്ലാവരുടെയും കർമ്മം ഒന്നാണെങ്കിലും ലക്ഷ്യം ഒന്നല്ല. ആരിഫ് നിസ്കരിക്കും, നമ്മൾ നിസ്കരിക്കും. എന്താ വ്യത്യാസം? ആരിഫ് നിസ്കരിക്കുന്ന റബ്ബിന് വേണ്ടിയാ, നമ്മൾ നിസ്കരിക്കുന്നത് പരലോകത്തിന് വേണ്ടിയാ, സ്വർഗത്തിന് വേണ്ടിയാ. ആരിഫിന് സ്വർഗം കിട്ടിയാലോ? ആരിഫ് സ്വർഗം ചോദിക്കും. എന്തിനാ ആരിഫ് സ്വർഗം ചോദിച്ചത്? പുതിയാപ്പളെ പോലെ നിക്കാഹ് കഴിഞ്ഞാൽ ഒന്ന് പെരയിൽ വന്നൂടെ എന്ന് ചോദിക്കും.
ഇതേ ചോദ്യം പുതിയാപ്പിള ഒപ്പമുള്ളവർ ചോദിക്കണം. ഒപ്പമുള്ളവർ ചോദിക്കണം തിന്നാനാ, പുതിയാപ്പിള ചോദിക്കണം അവളെ കാണാനാ. മനസ്സിലായോ പറഞ്ഞത്? എല്ലാരും വീട്ടിൽ വന്നൂടെ ചോദിക്കും. ആയിരിക്കും നിങ്ങൾ പറയും പടച്ചോനെ സ്വർഗത്തിൽ കിടത്തണം. അതെന്തിനാ? സ്വർഗത്തിൽ നിന്നാനല്ല, അള്ളാനെ കാണാനുള്ള സൗകര്യത്തില്ല. മനസ്സിലായോ? നമ്മളെപ്പോലത്തെ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. റുമ്മാൻ എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് ബേജാറാ. എന്തുകൊണ്ട്? 120, 180 വരെ വിലയാണ് ഈ സീസണിൽ വന്ന്. 150 റുപ്യക്ക് റുമ്മാന് തിന്നാന്ന് പറഞ്ഞിട്ട് തിന്നാനാണെങ്കിൽ കൊതിയുണ്ട്, എന്നാൽ ലുബ്ധത വിചാരിച്ചിട്ട് തിന്നാനും വയ്യ. അങ്ങനെ വലിയ വലിയ റുമ്മാൻ കൊണ്ടുപോകുന്ന വണ്ടിയുടെ മുന്നിൽ നോക്കിയിട്ട് നെടുവീർപ്പിടുകയും നിൽക്കുന്ന അതേ സമയത്താണ് നമ്മൾ ഈ പാട്ട് കേട്ടത്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും. അതിൽ മുന്തിരി തോട്ടം എന്ന് കേട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ നിസ്കാരം കേട്ടുള്ളതിനോട് തോർന്ന് പഠിച്ചോനെ സ്വർഗം കിട്ടണേ, സ്വർഗം കിട്ടണേ. 180 പോയിട്ട് 10 പൈസ കൊടുക്കാതെ നമുക്ക് റുമ്മാൻ തിന്നാണ്. പിന്നെയോ, പിന്നെ കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട എന്നാ പറഞ്ഞത്. നമുക്ക് തീരെ തൃപ്തിയില്ലാത്ത കാര്യമാണ് അവിടെ ഈ വെയിലുള്ളതും കിളക്കലും പൂട്ടലും ഒക്കെ നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിനവിടെ ഒരു പണി എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കേറെ സന്തോഷമായി. നമുക്കാകെ നേരം വെളുത്താൽ ഭാര്യയോടുള്ള ദേഷ്യം, നിങ്ങൾ പണിക്കോണില്ല മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അവിടെ പണിയില്ല എന്ന് പറയാൻ നമുക്ക് വലിയ റാഹത്തായി. എന്തുകൊണ്ട്? പണിയില്ല, ഭാര്യമാരുണ്ടേനും പണിയോട്ടില്ലേനും. നേരം വെളുത്താൽ സ്വർഗത്തിലെ ഭാര്യ ചോദിക്കൂല നിങ്ങൾ പണിക്കോണില്ല മനുഷ്യ. അപ്പൊ പണിക്ക് പോകാതെ അവളെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടി നമ്മൾ സ്വർഗത്തെ ആഗ്രഹിച്ച്. ആരിഫിന് ആ വിചാരം. ആരിഫ് അള്ളാഹ് ആലക്ഷ്യം, അള്ളാഹുവിനെ നരകത്തിലാണെന്ന് അറിഞ്ഞാൽ അവർ നരകത്തെ ആഗ്രഹിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, അങ്ങനെയുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞ പ്രമാണം റഹ്മത്തുള്ള കാണിക്കും. ആരിഫീങ്ങൾക്ക് അള്ളാഹുവിനെ നരകത്തിലാക്കിയാൽ അവർ നരകത്തിനെ കുതിക്കും. എന്തുകൊണ്ട്? അവർ ലക്ഷ്യം സ്വർഗല്ല, അവർ ലക്ഷ്യം അല്ലാഹു. അവർ അള്ളാഹുവിന്റെ വാതിൽക്കൽ, ആ അള്ളാഹുവിന്റെ വാതിൽക്കൽ നല്ലാതെ ഒരു പൂവല്ല എങ്ങോട്ട് പോകും. لو أعطي العارف لو أعطي مثل ملك سليمان لم يشغله عن الله طرفة عين. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധികാരത്തിന്റെ അത്ര രാജാധികാരം ഒരു ആരിഫിന് കിട്ടിയാൽ പോലും ഒരു സെക്കൻഡ് അള്ളാഹുവിനെ വിട്ട് അവർ ചിന്തിക്കുകയില്ല. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. ഭൗതികതയുടെ ആളുകളുടെ കൂടെ നടന്ന് 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 പള്ളിയിലാകുമ്പോഴും ഭൗതികത നമ്മെ ഭരിച്ചു. നമ്മെ ഭരിക്കുന്നതാരാ? നമ്മെ ഭരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ യൂറോപ്പാണ്. യൂറോപ്പിന്റെ ഉൽപ്പന്നങ്ങൾ, യൂറോപ്പിന്റെ ചിന്ത, യൂറോപ്പിന്റെ ഭാഷ, യൂറോപ്പിന്റെ സംസ്കാരം. യൂറോപ്പിന്റെ ലക്ഷ്യം മതമല്ല, മതനിരാസമാണ്. ദൈവമല്ല, ദൈവനിഷേധമാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മളെ മനസ്സിൽ ആരാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാടായി നമ്മൾ മനസ്സിലാക്കുന്നത്? വാഷിംഗ്ടൺ അല്ലെങ്കിൽ മോസ്കോ ആണ്. മനസ്സിലായില്ല? വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മൾ ഭൂമിയിലെ സ്വർഗമായി കണക്കാക്കുന്ന യൂറോപ്പിനെയാണ്. ഭൂമിയിലെ ഏറ്റവും അഴകായി നമ്മൾ കാണുന്ന പാരീസിനെയാണ്. നമ്മൾ നിസ്കരിക്കുന്നവരാണ്, പക്ഷേ നമ്മുടെ മനസ്സിന്റെ അലങ്കാരം പാരീസാണ്. നമ്മൾ നോമ്പൊൽക്കുന്നവരാണ്, നമ്മുടെ നോമ്പ് നിസ്കാരം എങ്കിലും നമ്മൾ കൊതിക്കുന്നത് എന്തിനാണ്? നമ്മൾ മനസ്സിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പാരീസും വാഷിംഗ്ടണുമാണ്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു പോയതിൽ ദുഃഖിക്കുന്നവരാണ്. എന്തുകൊണ്ട്? ഹൈ പേഴ്സണാലിറ്റി ഉണ്ടായില്ല. അമേരിക്കൻ പേഴ്സണാലിറ്റി എന്നാൽ സൂപ്പർ പേഴ്സണാലിറ്റിയാണ്. എന്നെങ്കിലും പണക്കാരനായാൽ നമ്മൾ അവിടെ പോയി അവിടെ കൂടുകൂട്ടി അവിടെ താമസിക്കും. നമ്മുടെ മനസ്സ് അവിടെയാണ്. മക്കത്ത് മദീനത്ത് പോകുന്നതോ സ്വർഗം കിട്ടാനാണ്. മനസ്സിലായില്ല? മക്കയിൽ പോയാലോ സ്വർഗം കിട്ടാനാണ്, മദീനയിൽ പോയാലോ സ്വർഗം കിട്ടാനാണ്. ചിന്തിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മൾക്ക് പോലും അള്ളാഹു എന്ന ലക്ഷ്യം ഇല്ല.
ഹജ്ജിന്റെ ലക്ഷ്യം എന്താ? സ്വർഗല്ല. ലബ്ബൈക് അല്ലാഹ്, നിനക്ക് ഞാൻ ഉത്തരം തന്നു, നീയും ഞാനും. ലബ്ബൈ, ഹജ്ജിന്റെ സമയമല്ലേ? ഒന്ന് പറ പറ പറ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലബ്ബൈക്. ലബ്ബൈതു ലിൽ ജന്നത്തല്ല, ലബ്ബൈക്. ലബ്ബൈതു ലിൽ ജന്നത്തല്ല, ലബ്ബൈക ലിൽ ജന്നത്തു അല്ല, ലബ്ബൈതു ലിൽ ജന്നത്തല്ല. മനസ്സിലായോ? ലബ്ബൈതു ലിൽ ജന്നയും അല്ല, ലബ്ബൈക ലിൽ ജന്നയും അല്ല. ലബ്ബൈക്, ഞാൻ നിന്റേതാണ്, നീ എന്റേതാണ്. എനിക്ക് നീയുള്ളൂ, നിനക്ക് ഞാൻ മാത്രമുള്ളതുപോലെയാണ് നീ എന്നെ ഇന്നുവരെ രക്ഷിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? അടിമക്ക് ഉടമക്കാരൻ ചെയ്ത അനുഗ്രഹങ്ങളെ പരിശോധിച്ചാൽ അള്ളാഹ്ക്ക് വേറൊരു അടിമയില്ലാത്തതുപോലെയാണ് നമ്മളെ സംരക്ഷിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലബ്ബൈക്. ഇത് ആദ്യം പഠിപ്പിച്ച മനുഷ്യൻ ഇബ്രാഹിം. എന്തായി മനുഷ്യന്? ലബ്ബൈക്. ഒന്നും ലക്ഷ്യമല്ല, ഒന്നും ലക്ഷ്യമല്ല. മകൻ ലക്ഷ്യമല്ല, ഭാര്യ ലക്ഷ്യമല്ല, അഗ്നി പേടിയില്ല. മനസ്സിലായില്ല? തീക്കുണ്ടം ഇബ്രാഹിമിന് പേടിയില്ല. കാരണം ഇബ്രാഹിമിന് തീനെ പുറത്തായാലും അല്ലാഹ് ഉണ്ട്, തീൻ്റെ ഉള്ളിലാണെങ്കിലും അല്ലാഹ് ഉണ്ട്. മനസ്സിലായോ? മകനെ അറക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിമിന് പേടിയില്ല. കാരണം മകനെ തന്നവനെ മകനെ ചോദിച്ചിട്ടുണ്ട്. വേറെ ആൾ ചോദിച്ചാണെങ്കിൽ വണ്ടി വിട്ടോന്ന് പറയും. ധാരാൾ തന്ന് അള്ളാഹു, അവൻ തിരിച്ചു ചോദിച്ചു, ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? ഭാര്യയെ തന്നവനാണ് ഒരു മാസത്തിന്റെ വഴിദൂരത്തിനപ്പുറത്ത് ഭാര്യയെ താമസിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അതും പ്രശ്നമില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഈ ഒരു സന്തോഷത്തിലേക്ക് നമ്മുടെ മനസ്സ് എത്തിച്ചേരാതെ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആളാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ വാതിൽ പ്രവേശിച്ചു കഴിഞ്ഞാലോ പിന്നെ തിരിച്ചു പോവില്ല. കാരണം അവിടെ അത്ര ആനന്ദമുണ്ട്. വളരെ ചിന്തിക്കണം. സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ഒരാളെ വേണമെങ്കിൽ പേപ്പിക്കാം. അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന ഒരാളെ പേപ്പിക്കാൻ കഴിയില്ല. അവൻ അള്ളാഹുവിനെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ പേപ്പിക്കാൻ കഴിയില്ല. കാരണം അവന്റെ ലക്ഷ്യം ആരാണ്? അള്ളാഹുവാണ്. പേപ്പിക്കാൻ കഴിയില്ല. വളരെ സുഖ സൗകര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ മറിയേക്കും. ചിന്തിക്കണം, ഞാൻ അവസാനിപ്പിക്കണം. അപ്പോൾ എന്താ ഇവിടെ വിഷയം? നമ്മൾ അള്ളാഹുവിന്റെ ആളായി തീരുക. ഞാൻ 10 കൊല്ലമായി അള്ളാഹുവിന്റെ വാതിൽ മുട്ടി, വാതിൽ തുറന്നില്ല എന്ന് വേപത്ത് കൊള്ളുന്ന ഒരു സഹോദരന്റെ മെസ്സേജ് ഞാൻ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ വാതിൽ മുട്ടിയത് അള്ളാഹുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ഭൗതികവും സുഖീയവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മകളുടെ രോഗത്തിന്റെ കാര്യത്തിൽ രോഗം അള്ളാഹു തന്നു, രോഗം ഇനി തിരിച്ചെടുക്കുന്നില്ല. എന്നാലും അള്ളാഹു നമ്മളെ ആളാണ്. വിധി അങ്ങനെയാണ്. അത് ഒരു നിഅമത്താണ്. ആ നിഅമത്ത് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. 10 കൊല്ലം രാവും പകലും മകളുടെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്തു. രോഗം മാറിയില്ല. എന്നാലോ അതൊരു നിഅമത്താണ്. അതൊരു നിഅമത്താണ്. അതേതുപോലെയാണ് 10 മണിക്കൂർ ഓപ്പറേഷൻ നടത്തേണ്ട ഒരു ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ കത്തിവെക്കുന്നതോടുകൂടെ തന്നെ രോഗി കരയാൻ തുടങ്ങി. മനസ്സിലായോ പറഞ്ഞത്? 10-15 വർഷം നീണ്ടു നിൽക്കേണ്ട ഒരു ഓപ്പറേഷൻ, 10-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ കത്തിവെച്ചപ്പോൾ തന്നെ രോഗി കരയാൻ തുടങ്ങി. പിന്നെ കരഞ്ഞുകൊണ്ടേയിരുന്നു. മനസ്സിലായോ? 10 മണിക്കൂർ കഴിഞ്ഞാൽ രോഗി എന്ത് പറയും? 10 മണിക്കൂർ കരഞ്ഞിട്ടും ദയയില്ല. സത്യത്തിൽ ഇത് ക്രൂരതയാണോ ഈ ചെയ്യുന്നത്? മനസ്സിലായില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ? ഞാൻ തീരുമാനിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ? ഒരു സഹോദരൻ എന്നോട് ഈ ആഴ്ച പറഞ്ഞു, ഞാൻ 10 കൊല്ലം അള്ളാഹുവിൻ്റെ വാതിൽ മുട്ടിയിട്ടും 10 കൊല്ലം വാതിൽ മുട്ടിയിട്ടും തുറന്നില്ല. സഹോദരി, ഇത് പടച്ചോന്റെ നിഅമത്താണെന്ന് സഹോദരി മനസ്സിലാക്കണം. അതേതുപോലെയാ 15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷന് വേണ്ടി രോഗിയെ കിടത്തിയിട്ട് കത്തിവെച്ച സമയത്തെ രോഗി കരയാൻ തുടങ്ങി. നിർത്ത്. മണിക്കൂർ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു. അപ്പോഴും നിർത്തിയില്ല. അപ്പോൾ ഇയാൾ ചിന്തിക്കും, വേണമെങ്കിൽ
ഒന്ന് മെസ്സേജ് ചെയ്യാൻ ആ കിടന്ന കിടപ്പിൽ ഒരാൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായാൽ, സപ്പോസ് ഉണ്ടായാൽ, ആ മെസ്സേജിൽ എന്ത് 10 മണിക്കൂറായി ഈ ഡോക്ടർമാരോട് ഞാൻ കരഞ്ഞ് കേഴുന്നൊന്ന് നിർത്തുന്നില്ല. മനസ്സിലായോ പറഞ്ഞത്? എന്തുകൊണ്ട്? 10 മണിക്കൂറിൽ തീരുന്നതല്ല നിന്റെ വൃത്തികേട്. അവിടെ 10 മണിക്കൂറിന്റെ ഉള്ളിൽ കത്തിയും വെച്ച് ഇവർ തുന്നിക്കെട്ടി പോയാലോ? അതായിരിക്കും നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. മനസ്സിലായോ പറഞ്ഞത്? വയറുവേദന മാറിയില്ല, കിഡ്നിയിലെ കല്ല് നീങ്ങിയില്ല, ഹാർട്ടിന്റെ കംപ്ലൈന്റ് തീർന്നില്ല, ഇതൊക്കെ കഴിഞ്ഞ് തുന്നിക്കെട്ടി മുറി ഉണങ്ങി, വേദന മാറിയില്ല. പിന്നെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടറെ ശകാരിച്ചു. അല്ല ഡോക്ടറെ, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് വേദന മാറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞേ അത് 15 മണിക്കൂർ എടുക്കണ്ടല്ലോ ഓപ്പറേഷനാ, അപ്പോഴേ എൻ്റെ വൃത്തികേട് മുഴുവനും നീക്കാൻ കഴിയൂ. പക്ഷെ നിങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. 10 മണിക്കൂർ ആയപ്പോഴത്തിന് നിങ്ങൾ എന്ത് പറഞ്ഞു? 10 മണിക്കൂറായല്ലോ കരയുന്നത്, എന്നിട്ടും നിങ്ങൾക്ക് ദയയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആവൂലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കത്തി മാറ്റി വെച്ച് തുന്നി കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ എന്താ പറയാ? അത് ഞാൻ പറഞ്ഞ് നിങ്ങളെ കേൾക്കാൻ പാടില്ല. നിങ്ങൾ കത്തിവെച്ച സ്ഥിതിക്ക് പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെ ഡോക്ടർ, നിങ്ങൾക്കാരാ MBBS എന്ന്? നിങ്ങൾ ആരാ സർജനാക്കി പ്രഖ്യാപിച്ചത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ല. വളരെ ചിന്തിക്ക് സഹോദര, ചിന്തിക്ക് സഹോദരി. നമ്മൾ പറയുന്ന വാക്കാണ്. 10 കൊല്ലമായി അള്ളാഹിനോട് കരയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ലെവലായില്ല. ഇതേതുപോലെയാണ്? 10 മണിക്കൂറായി ഡോക്ടർമാരെ ഞാൻ കരയുന്നത്, നിങ്ങൾ എൻ്റെ വയറിൻ്റെ ഈ ഓപ്പറേഷൻ നിർത്തിയില്ലല്ലോ എന്ന് പറയും പോലെയാണ്. 10 മണിക്കൂർ കൊണ്ട് അത് നിർത്താൻ പറ്റൂല. നിർത്തിയാൽ ഒരു ഉപകാരം നിനക്കില്ലാതെയാവും. അത് 15 17 മണിക്കൂർ നീളണം. അത്രയും വൃത്തികേടുണ്ട്. അതൊക്കെ വളരെ സസൂക്ഷ്മം ശുദ്ധീകരിച്ച് നന്നാക്കണം. ആ 17 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അവർ പരിശോധിക്കും. വൃത്തികേട് പോയാൽ വീണ്ടും 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 പരിശോധിക്കും. ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടാലേ തുന്നിക്കിട്ടു. എന്നാൽ പിന്നെ ആ രോഗം നിനക്കുണ്ടാവില്ല. മനസ്സിലായോ? നിനക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇല്ലെങ്കിൽ മുഴ പിന്നെയും വരും, അത് വീണ്ടും അടുത്ത ക്യാൻസറായി മുളക്കും. നമ്മൾ നാട്ടുകാരോടൊക്കെ പറയും, എൻ്റെ 10 മണിക്കൂർ ക്യാൻസറിന് ഓപ്പറേഷൻ നടത്തിയിട്ടു പിന്നെ ഉണ്ടായി. വളരെ ചിന്തിക്കണം. ദുനിയാവിൽ കാലിൽ നിന്നിട്ട് അള്ളാഹുവിനോട് തേടിയിട്ട് കാര്യമില്ല. അള്ളാഹുവിനേക്ക് നിൽക്കുമ്പോൾ അള്ളാഹു എന്ന ചിന്തയിലെ നിന്ന് അവിടെ കാൽപാദം വെച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ തല ഉയർത്തണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആളാകണം. അള്ളാഹുവിന്റെ ആൾക്കല്ലാതെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നിർവൃത്തി ലഭിക്കുകയില്ല. ദുനിയാവ് എന്തായാലും ചതിയ, ദുനിയാവ് എന്തായാലും ചതിയ. ഖുൽ മതാഉ ദുനിയ ഖലീൽ, ഖുൽ മതാഉ ദുനിയ ഖലീൽ, ഖുൽ മതാഉ ദുനിയ ഖലീൽ. ആരിഫിന് ദുനിയാവിന്റെ സുഖവും ലഭിക്കും, ആഖിറത്തിന്റെ സുഖവും ലഭിക്കും. എന്തുകൊണ്ട് ദുനിയാവിന്റെ സുഖം ലഭിക്കും? എന്തുകൊണ്ട് ആഖിറത്തിന്റെ സുഖം ലഭിക്കും? ആരിഫിന് ദുനിയാവിന്റെ സുഖവും ലഭിക്കും. ആരിഫ് ദുനിയാവ് അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും. നിങ്ങൾ നോക്ക്, ആരിഫ്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഉപമ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ആരിഫിന് ദുനിയാവിന്റെ സഹിക്കും, ആഖിറത്തിന്റെ സഹിക്കും. ഭൗതികവാദിക്ക് ആഖിറം ഇല്ല, ദുനിയാവിന് രസവും ഇല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ശുദ്ധമായ തേന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശുദ്ധമായ തേൻ കണ്ടിട്ടില്ലേ? എന്താ അതിന്റെ കളറ്? എന്താ അതിന്റെ കളറ്? പറ. ഒരു തരം ഡാർക്ക്നെസ് ആയ ചുവപ്പ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പറ അല്ലേ? പറ. ശുദ്ധമായ തേനാവുമ്പോൾ ഒരു ഡാർക്ക്നെസ് ആയ ഒരു ചുവപ്പാണ് അതിന്റെ കളർ അല്ലേ? ആണല്ലോ. ശരി. നല്ല കട്ടൻ ചായയുടെ കളർ എന്താ? പറയടോ. നല്ല കട്ടൻ ചായയുടെ കളർ എന്താ? ഇതന്നെ ഡാർക്ക്നെസ് ആയ ചുവപ്പ് അല്ലേ? ആണല്ലോ. ശരി. രണ്ടാളെ പറ്റി പറയാം. ഒരാൾ ഇതിങ്ങനെ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ തേനാന്ന് വിചാരിച്ചു. എന്ത് കണ്ടപ്പോ? കട്ടൻ ചായയെ കണ്ടപ്പോൾ, ക്ലാസ്സിൽ ഒഴിച്ചു വെച്ച കട്ടൻ ചായയെ കണ്ടപ്പോൾ ഇയാൾ എന്ത് വിചാരിച്ചു പോയി? പറ. ശുദ്ധമായ മലന്തേനാണെന്ന് വിചാരിച്ചു പോയി. അയാൾ അത് നേരെ എടുത്തു, എന്നിട്ട് കുടിക്കാൻ തുടങ്ങി. അയാൾക്ക് ഒരു രസം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്നാമത്തെ
കുടി തന്നെ അയാൾ നിർത്തിപ്പോകും. ഇനി അത് തീർത്ത അയാൾ കുടിച്ചാൽ പോലും അയാൾ ശപിച്ചുകൊണ്ടേയിരിക്കും. പറ്റിപ്പോയി. രണ്ടാമത്തെ ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ആകെ അധ്വാനിച്ച് ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് ഓടി വരിക. ഒരു കട്ടൻ ചായയുടെ വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു, ഒരു ചൂടുവെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. കട്ടൻ ചായ വേണ്ട, ഒരു ചൂടുവെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. കട്ടൻ ചായ ഒക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാ. ഇനി കട്ടൻ ചായ വേണ്ട, ചൂടുവെള്ളമായാലും മമ്മദിന്റെ പീടിയിലേക്ക് ഓടി. സാധാരണ മമ്മദ് പീടി ചായ എടുക്കുന്ന പറഞ്ഞാൽ ഇതാ കഴിഞ്ഞ് ഇവിടെ വെള്ളം പറഞ്ഞ് അവസാനിച്ച് ഞാൻ പാത്രം വെള്ളിയാഴ്ചയാണ് ഞാൻ പാത്രം എടുത്തു വെച്ചു എന്നാ പറയാ. അപ്പൊ കിട്ടുന്ന പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും പറയാലോ ആ സമാപനത്തിൽ അവസാനത്തെ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ലേശം എടുക്കും മമ്മദ് തന്നെ പറയാം. കാരണം അധ്വാനിച്ച് അത്ര ക്ഷീണ. അങ്ങനെ അയാള് കടയിലേക്ക് ഓടിച്ചെന്ന് അപ്പോൾ പറഞ്ഞു, മമ്മടെ ചായ ഇല്ലെങ്കിൽ ഒരു ചൂടുവെള്ളമെങ്കിലും കൊണ്ടാ കൊല്ലി നനയണം, ആകെ ബേജാറിലാണ് ഞാന്. അപ്പോൾ ചിരിച്ചോണ്ട് മമ്മദ് പറഞ്ഞു, അല്ലാ ചൂടുവെള്ളോ ഒന്നാ നമ്മൾ കട്ടൻ ചായ ഉണ്ടെന്ന്. കട്ടൻ ചായ കൊടുത്താൽ തേനിനേക്കാൾ മധുരമായി അയാൾ ഇത് കുടിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ രണ്ടാളും നമ്മുടെ വ്യത്യാസം എന്താ? ഈ സാധനം രണ്ടാളും കുടിച്ചു. ഒരാൾ കുടിച്ചപ്പോൾ അയാൾ അവസാനം വരെ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരാൾ ഓരോ കുടിക്കലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് വ്യത്യാസം? ഒരാൾ കട്ടൻ ചായയെ ധരിച്ചത് തേനാണെന്നാണ്, ഒരാൾ കട്ടൻ ചായയെ ധരിച്ചത് കട്ടൻ ചായയാണെന്നാണ്. ഇത് ആരിഫിന്റെ ബോർഡാണ്. ഇതൊക്കെ വഞ്ചനയുടെ വിഭവങ്ങളാണ് എന്ന് ആരിഫ് ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ അത് എടുക്കുകയാണെങ്കിൽ പോലും ഇത് ഇത്രയേ ഉള്ളൂ എന്ന് അയാൾ അറിഞ്ഞുകൊണ്ടെടുത്താൽ ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ഈ ദുനിയാവിന്റെ വഞ്ചനയുടെ വിഭവങ്ങളെ സ്വർഗീയ വിഭവങ്ങളെ പോലെയാണ് ഭൗതികവാദി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവന്റെ മനസ്സ് ആസ്വദിക്കുമ്പോഴും അതിന്റെ നിർവൃതി അനുഭവിക്കാൻ അവന് കഴിയില്ല. അതുകൊണ്ട് ആരിഫിന് ദുനിയാവുമുണ്ട് ആഖിറവുമുണ്ട്. ദുനിയാവിന്റെ അഹ്ലുകാരന് ദുനിയാവുമില്ല, ദുനിയാവിന്റെ ആൾക്ക് ദുനിയാവുമില്ല, ആഖിറവുമില്ല. ആരിഫിന് ദുനിയാവുമുണ്ട് ആഖിറവുമുണ്ട്. എന്തുകൊണ്ട്? ആരിഫിന് അല്ലാഹു ഉണ്ട്, അപ്പോൾ ദുനിയാവുമുണ്ട് ആഖിറവുമുണ്ട്. ഭൗതികവാദിക്ക് ദുനിയാവില്ല ആഖിറവുമില്ല അല്ലാഹുവില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അവന്റെ അടയാളങ്ങളിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ അല്ലാഹുവിന്റെ ആളാകണം. റാബിയത്തുൽ അദവിയ്യ പറഞ്ഞു, അല്ലാഹുവിന്റെ വാതിൽ അടച്ചിട്ടേയില്ല, തുറന്നു കിടക്കാണ്. പക്ഷേ ഭൗതികതയിൽ നീ ആസക്തനായത് കൊണ്ട് തുറന്നു വെച്ച വാതിലിനെ നീ അടക്കപ്പെട്ടതാണെന്ന് ധരിക്കുകയാണ്. മനസ്സിലായില്ല? അല്ലാഹുവിന്റെ വാതിൽ തുറന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ തുറന്ന് അന്ത്യനാളിലെ അടക്കൂ എന്ന് തിരിയണമെങ്കിൽ നീ അല്ലാഹുവിന്റെ ആളാകണം. അപ്പോൾ അല്ലാഹുവിന്റെ വാതിൽക്കൽ എത്തേണ്ട വിധത്തിൽ എത്തിയാൽ നമ്മൾ എപ്പോ എന്താ പറയാ? പഠിച്ചോനെ എപ്പോ തുറന്നതാണ്, ഞാൻ ഇതിൽ അങ്ങോട്ടും കൊണ്ട് നടന്നിട്ടു ഒന്നോട് നോക്കിയില്ലല്ലോ. മനസ്സിലായവർ ചിന്തിച്ചോ? അള്ളാഹുവിന്റെ വാതിൽ നീ അള്ളാഹു എന്ന വിചാരം നിന്റെ കൽബിൽ കേറേണ്ട വിധത്തിൽ കേറിയാൽ നിനക്ക് മനസ്സിലാവും, ഒരു രാത്രിയോ ഒരു പകലോ അള്ളാഹുവിന്റെ വാതിൽ നടക്കൂല, അള്ളാഹിന്റെ വാതിൽ നടക്കൂല. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിന്റെ വാതിൽ. പറകുട്ടി പറ 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 അള്ളാഹുവിന്റെ വാതിൽ നടക്കൂല. ഇവിടെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത് 10 കൊല്ലമായി അള്ളാഹുവിന്റെ വാതിൽ ഞാൻ മുട്ടിയിട്ട് വാതിൽ തുറന്നില്ല. എന്താ കാരണം? നീ നിനക്ക് വേണ്ടിയാണ് മുട്ടിയത്, നീ അള്ളാഹുക്ക് വേണ്ടിയാണ്, നീ അള്ളാഹുവിന്റെ ആളാവ് എങ്കിൽ മുട്ടേണ്ടതുമില്ല, അള്ളാഹുവിന്റെ വാതിൽ തുറന്നതാണ് എന്ന് ബോധ്യപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. കാര്യങ്ങളെ അതിന്റെ വിധത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ മഅരിഫത്ത് ഒരു മനുഷ്യന്റെ കൽബിൽ കയറിയാൽ ലം യുസ്ഗിൽഹു, അയാൾക്ക് ലൗ ഉതിയ മിസ്ല മുൽക്കി സുലൈമാൻ നബിയുടെ രാജസ്ഥാനം പോലെയുള്ള ഒരു രാജാധികാരം അയാൾക്ക് ലഭിച്ചാൽ പോലും
അതിൻ്റെ എല്ലാം രാജാവായി അയാൾ കൊല്ലങ്ങൾ കണക്കിന് വാണാൽ പോലും ലം യുശ്ഗിൽഹു അനില്ലാഹി തുർഫത ഐനിൻ, ഒരു കണ്ണിൻ്റെ ദൃഷ്ടി മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന അളവിൽ പോലും അയാൾ അള്ളാഹുവിനെ തൊട്ട് മറയുകയേയില്ല, തെറ്റുകയേയില്ല. സദാസമയവും അയാൾ ആരുടെ വിചാരത്തിലായിരിക്കും? അള്ളാഹു വിചാരത്തിൽ. നമുക്കതൊന്നുമില്ല, നമുക്ക് 10 സെന്റ് ഭൂമിയുള്ളൂ, അതും നമ്മുടേതല്ല, അത് ബാങ്കിൽ എഴുതി കൊടുത്തിട്ട് 10 കൊല്ലം. എന്നിട്ടും നമ്മളെ മനസ്സിലെന്താണ്? ഇതന്നെ ദുനിയാവ്, നമുക്കൊന്നുമില്ല, നമുക്ക് അള്ളയില്ല. അവരോ ലൗ ഉഅ്തിയ മിസ്ല മുൽക്കി സുലൈമാൻ ലം യുശ്ഗിൽഹു അനില്ലാഹ് തുർഫത ഐൻ, ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ തൊട്ട് അവർ ശുഗലാവുകയില്ല. വന്നത് വരും, വന്നത് വരും. ഭാര്യയുണ്ടെങ്കിൽ ഭാര്യ ഉണ്ടാവും, ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവ് ഉണ്ടാവും, ഇല്ലെങ്കിലും ഉണ്ടാവും. ഭർത്താവുമില്ല ഭാര്യയും ഇല്ലാത്ത ആളുകളില്ലേ? അങ്ങനത്തെ ഒരാളെ എനിക്കറിയാം, അയാൾക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരാളറിയാം, അയാൾ കൊല്ലങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ല, ഭയങ്കര സന്തോഷത്തിന്, എല്ലാ ഹൈറായ കാര്യത്തിനും അയാൾ ഉണ്ടാവും. സാരിയ മനുഷ്യനാണ്. ചിന്തിക്ക്, എന്തുകൊണ്ട്? അയാൾക്കതാണ് സന്തോഷം. ഒരാൾക്ക് ഭാര്യയുണ്ട്, അള്ളാഹുണ്ട്, അപ്പൊ ഭാര്യയിൽ സന്തോഷം, അള്ളാഹുവിലും സന്തോഷം. മനസ്സിലായോ? ചിന്തിക്ക്, അള്ളാഹുവിന് സന്തോഷം, ഭാര്യയിൽ സന്തോഷം. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹിന്റെ ആളാണ്. ഇതൊക്കെ അള്ളാഹു സന്തോഷമാക്കി കൊടുക്കും, കട്ടഞ്ഞൊക്കെ സന്തോഷമാക്കി കൊടുക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒരാൾക്ക് കച്ചവടം ഉണ്ടായി, അത് സന്തോഷം. ഒരാൾക്ക് കച്ചവടം ഉണ്ടായില്ല, വേറെ സന്തോഷം. സന്തോഷമല്ലേ വേണ്ടുള്ളൂ? പറയും മനുഷ്യന്മാര്, സന്തോഷമല്ലേ വേണ്ടൂ? പറയടോ. ഇന്നിപ്പോ രാവിലെ നാസ്ത കഴിക്കാതിരിക്കുക, രണ്ടവസ്ഥ. എന്താ നാസ്ത കഴിച്ചാലുണ്ടാവുക? എന്താ നാസ്ത കഴിച്ചാലുണ്ടാവുക? ജീവൻ ബാക്കിയാവുന്നു. പറയും മനുഷ്യന്മാര്, ജീവൻ ബാക്കിയാകാൻ നാസ്ത കഴിക്കണം. ഉച്ചയ്ക്ക് ചോറുന്നോ? ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കും, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ചരിത്രങ്ങൾ എത്രയാണ്? എന്തിനാണ് നാസ്ത കഴിച്ചത്? മനസ്സിന്റെ ഒരു സന്തോഷത്തിന്. നാസ്ത കഴിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തിന് വേഗം ലോറി നിസ്കരിച്ച് ചോറുന്നു. അപ്പോൾ ഒരു സന്തോഷം, മനസ്സിനെ സന്തോഷിപ്പിച്ചു. ചോറുന്നിട്ടുണ്ട്. രാത്രി 2 മണിക്ക് പാർട്ടി കഴിഞ്ഞ്, പാർട്ടിയും നെയ്ച്ചോറും ബിരിയാണിയും മന്തിയും എല്ലാം തിന്നു കഴിഞ്ഞപ്പോൾ 2 മണിയാ. അത് കഴിഞ്ഞ് 2 മണി കഴിഞ്ഞിട്ട് ഇയാൾ ഉറങ്ങിയിട്ട് 10 മണിക്ക് എണീറ്റു. അറിയാതെ, നേരം വൈകി അറിയാതെ 10 മണിക്ക് എണീറ്റപ്പോൾ അയാൾക്കൊരു സമാധാനമില്ല. എന്തുകൊണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുപോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന്റെ നേരം കഴിഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പോയല്ലോ. ഫാസ്റ്റ് ഉണ്ടാകും, എന്നാലല്ലേ ബ്രേക്ക് ആക്കണ്ടുള്ളൂ. മനസ്സിലായില്ല? പിന്നെ ഇവിടെ എന്താ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് എന്താ ഉണ്ടായത്? സന്തോഷം. ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും സന്തോഷം നോക്കി, ഒന്നും കിട്ടിയില്ലെങ്കിൽ സന്തോഷമാണ്. ഇയാളല്ലേ ലാഭക്കാരൻ? ദുനിയാവുണ്ടായാൽ സന്തോഷം, ഒരാൾക്ക് ദുനിയാവുണ്ടായില്ല സന്തോഷം. നമ്മുടെ മനസ്സിന്റെ ആധിയാണ് നമ്മുടെ രോഗം, നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ രോഗം അയാളുടെ മനസ്സിന്റെ ആധിയാണ്. ഏത് രോഗവും മനസ്സിന്റെ ആധിയാണ്. കൊറോണ പിടിച്ച് മരിച്ചവരിൽ നല്ലൊരു ശതമാനവും മരിച്ചത് മനസ്സിന്റെ ആദ്യമുണ്ട്, കൊറോണ ഉണ്ടല്ല. കൊറോണ എന്നാൽ വല്ലാതെ ഒന്നും ദോഷം ചെയ്യാത്തൊരു രോഗമാണ്. കൊറോണ എന്ന് കേട്ടപ്പോഴത്തേക്ക് നെട്ടി, അതോടുകൂടെ മൂക്കിൽ മറ്റേ സാധനം കയറ്റി, അതോടുകൂടി ലിസ്റ്റ് ക്ലിയർ ആയി. നെട്ടി. മരിച്ചവരിൽ നല്ലൊരു ശതമാനവും നെട്ടലിൽ മരിച്ചവരാണെന്നാണ് വിദഗ്ധരായ വിശഗ്ധരുടെ അഭിപ്രായം. മനസ്സിലായോ പറഞ്ഞത്? എങ്ങനെ? കൊറോണ അത്ര കാത്തിരായ രോഗമൊന്നുമല്ല, അത്ര അപകടമൊന്നുമല്ല കൊറോണ. കൊറോണയേക്കാൾ അപകടകമായ എത്ര രോഗങ്ങൾ നിത്യമായി ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെന്താ ഉണ്ടായത്? ഞെട്ടൽ. എന്തുകൊണ്ട്? കൊറോണ എന്നാൽ കോത്താമ്പിയാണ് എന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞതുകൊണ്ട് കൊറോണയെ പിടിയാണ്. കൊറോണ ചിന്തിക്കണം, ഇതെന്നെ സംഭവിച്ചത് എന്നതുപോലെ ഇവിടെ വിഷയം എന്താ? വിഷയത്തിന്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. ചിന്തിക്ക്, ദുനിയാവിന്റെ കോത്താമ്പിയിൽ പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹുവിന്റെ നിർവൃതിയിൽ എത്തിച്ചേരാൻ കഴിയൂല. നമ്മുടെ മനസ്സിന്റെ ആധിയാണ് നമ്മുടെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രോഗം എന്താ? നമ്മുടെ മനസ്സിന്റെ ആധി. മനസ്സിനെ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാവില്ല. മരിച്ചാലും പ്രശ്നമില്ല, ജീവിച്ചാലും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല.
അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു അവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തിയിട്ട് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ട ഒരു മനുഷ്യന്റെ ഓർമ്മയാണിപ്പോൾ. ആ മനുഷ്യൻ അഗ്നികുണ്ഡത്തിൽ നിസ്കരിക്കുകയാണ് ചെയ്തത്. മനുഷ്യൻ ശാന്തമായി ചെയ്യേണ്ട കാര്യമാണ് നിസ്കാരം. അഗ്നികുണ്ഡത്തിൽ ഈ മനുഷ്യൻ നിസ്കരിച്ചു. ആര്? നബിയുല്ലാഹി ഇബ്രാഹിം. നബിയുല്ലാഹി ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ നിസ്കരിച്ചു. നബിയുല്ലാഹി ഇബ്രാഹിം. ചിന്തിക്ക്, എന്തേ? മനുഷ്യൻ ശാന്തമായി ചെയ്യേണ്ട അമലാണ് നിസ്കാരം. ആ മഹാന്റെ ശാന്തത അവർ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുറത്തുള്ളതിനേക്കാൾ ശാന്തതയായി. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ പാകപ്പെടുത്തേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ദുനിയാവൊന്നുമല്ല, നമ്മുടെ മനസ്സാണ്. എന്നാൽ ആ മനസ്സിനെ നന്നാക്കാൻ നമുക്ക് കഴിയും, വേഗതയിൽ എത്തിക്കാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ വേഗതയുള്ളതാണ് മനുഷ്യന്റെ മനസ്സ്. ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വേഗതയുള്ള സൃഷ്ടിയാണ് സയ്യിദുനാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ വേഗതയുള്ള ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഇതിന് അള്ളാഹുവിന്റെ ഹളറത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നമ്മൾ വിചാരിക്കണം, ഇനി ഒരാൾ വിചാരിച്ചൊരു കാര്യമില്ല. സ്വന്തം മനസ്സിന്റെ ആധി സ്വന്തം രോഗമായി കൊണ്ട് നടക്കുന്ന ആളുകളെ രോഗം മാറ്റാൻ ഒരു ചികിത്സക്കും കഴിയില്ല. അവന്റെ രോഗം അവൻ തന്നെ മാറ്റണം. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ എന്ന് പറഞ്ഞതുപോലെയാണ് വിഷയം. 99ാമത്തെ പ്രഭാഷണവും ഇവിടെ സമർപ്പിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു എന്ന മഹാദിവ്യാനുരാഗ പ്രകീർത്തന പ്രഭാഷണത്തിന്റെ 99ാമത്തെ മജ്‌ലിസ് ഇതാ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച 100 ഇൻഷാ അല്ലാഹ്. ആയുസ്സുള്ളിടത്തോളം കാലം അല്ലാഹ് 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 അവന്റെ മഹത്വം എത്രയാണ്, അല്ലാഹ് അവന്റെ മഹത്വം എത്രയാണ്. അല്ലാഹ് എന്ന് ഖൽബിൽ കയറിയാൽ അവന്റെ സനാ അല്ലാതെ വേറെ ഖൽബിലൊന്നും ഉണ്ടാവില്ല. മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ഖൽബിന്റെ സനാ ഉണ്ട്. നാവ് മിണ്ടിയാലും നാവ് മിണ്ടിയില്ലെങ്കിലും. അല്ലാഹു ആ അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ പുകഴ്ത്തൽ കൊണ്ടും സ്വന്തം നിസ്സാരത്വവും അള്ളാഹുവിന്റെ മഹത്വവും ബോധ്യപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഒന്നുകൂടി പറയാം, ഉറക്കെ പറ. സ്വന്തം നിസ്സാരത്വവും അള്ളാഹുവിന്റെ മഹത്വവും ബോധ്യപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സ്വന്തം നിസ്സാരത്വവും അള്ളാഹുവിന്റെ മഹത്വവും ബോധ്യപ്പെട്ടാൽ നീ ആരിഫായി. സ്വന്തം നിസ്സാരത്വവും അള്ളാഹുവിന്റെ മഹത്വവും. ഇത് സ്വന്തം മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. സ്വന്തം മഹത്വത്തിന് വേണ്ടി ഓടുകയാണ്. സ്വന്തം നിസ്സാരത്വം ബോധ്യപ്പെട്ടാലേ ആരിഫാകും. അല്ലാഹു അടിമയും രണ്ടാളും കൂടെ മഹാനാവൂല. അടിമ അടിമയാണ്, ഉടമ ഉടമയാണ്. അടിമയും ഉടമയാകൂല. അടിമ ഇന്ന് ഉടമയെ തേടുന്നത് ഉടമയാകാനാണ്. അപ്പോൾ അവൻ അടിമയായി തന്നെ കിടക്കും. അടിമക്കുടമയാകണമെങ്കിൽ അടിമ അടിമയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഉടമക്കാരൻ അവനെ ഉടമക്കാരന്റെ ഒരു നിദർശനം. അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും മിണ്ടുന്ന നാവും അല്ലാഹുവിന്റെ റബ്ബ്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. ഇന്ന് അടിമ അല്ലാഹുവിനെ തേടുന്നത് ഉടമയാകാനാണ്. ഒരാൾ ദിക്ർ ചെല്ലുന്നത് വലിയാകാനാണ്. വലിയാകാൻ വേണ്ടി ദിക്ർ ചെല്ലുന്നവനേക്കാൾ വലിയ ഹമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാവും. വലിയാകാൻ വേണ്ടി ദിക്ർ ചെല്ലുന്നവനെ പോലത്തെ ഹമുക്ക് ഈ ലോകത്ത് വരണ്ടാവും. വലിയാകാൻ വേണ്ടി പണിയെടുക്കുന്നതിനേക്കാൾ വലിയ ഹമുക്ക് വേറെ ഉണ്ടാവും. അടിമയാകാൻ പണിയെടുക്കും. അടിമയാകാൻ പണിയെടുക്കുമ്പോൾ വലിയാക്കേണ്ടത് മാരിഫയാക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ്. അവൻ വലിയാക്കിയില്ലെങ്കിലും അടിമയാക്കിയാലോ അടിമയാ. ഏറ്റവും വലിയ മഹാന് അള്ളാഹ് കൊടുത്ത പേര് അടിമ എന്നാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. വലിയാകാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാ കൂടുതൽ. വലിയ കിട്ടണം. വലിയല്ലാവുക എലിയ എലി മനസ്സിലായില്ല. കാറ്റിന്റെ കൂട്ടുകാരനാണല്ലോ ആര്? വലിയാകാൻ വേണ്ടി പണിയെടുത്താൽ പോയത്തക്കാരെ എലിയാവും. എല്ലാവരും പണിയെടുക്കാൻ വലിയാകാൻ വേണ്ടി. വലിയാകാൻ പണിയെടുത്തവൻ എലിയാണ്. വലിയാകാൻ വേണ്ടി പണിയെടുക്കുന്നവനും എലിയാണ്. അവൻ എലിയ, അവൻ വലിയല്ല, അവൻ എലിയ. അടിമയാകാൻ പണിയെടുക്കണം. അള്ളാന്റെ അടിമയാവണം. അതിലേക്ക് അള്ളാഹ് നമ്മളെ കബൂലാക്കിയാൽ തന്നെ നമ്മളെല്ലാം അതന്നെ അള്ളാന്റെ അടിമയാവണം. അതിനേക്കാൾ വലിയ ലക്ഷ്യമില്ല. ഏറ്റവും വലിയ ആളാരാണ്? അള്ളാന്റെ അടിമയാണ്. അള്ളാഹുവിന് ഏറ്റവും നന്ദിയുള്ള അടിമയാകലല്ലാത്തൊരു മോഹവും എനിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് തരട്ടെ.